പാഠം 19 ഓല ഔഷധം. ഇന്ന് നമ്മൾ ഈ പാഠത്തിൽ ആദ്യമായിട്ട് പഠിക്കുന്ന അക്ഷരം ഓ എന്ന അക്ഷരവും ഔ എന്ന അക്ഷരവുമാണ്. അപ്പോൾ ഇതിൻ്റെ ചിഹ്നവും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. വേണ്ടോ? ഈ ഇല പോലെ ഇരിക്കുന്ന സാധനം അല്ലേ, അതെന്തിൻ്റെയാ? തെങ്ങിൻ്റെ ഓലയാ അല്ലേ? തെങ്ങിൻ്റെ ഓലയ്ക്ക് എന്ത് നിറമാണ്? പച്ച നിറമാണ് അല്ലേ? മരുന്നിന് പകരം നമ്മൾ പറയുന്ന ഒരു വാക്കാണ് എന്ത്? ഔഷധം. ഔഷധം. ഇനി ഇത് വായിച്ചേ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ. ഓ. ഇതെന്താ? ഓ. ഓ കഴിഞ്ഞിട്ട് ഒരു ദീർഘം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് വായിക്കും? ഓ. ഇനി ഓ എഴുതി ഔവിൻ്റെ ചിഹ്നം ഇട്ടാൽ എന്ത് വായിക്കും? ഔ. ഓ എഴുതി ഔവിൻ്റെ ചിഹ്നം ഇട്ടാൽ ഔ. ഔഷധം. ഔഷധം. മരുന്നിന് പകരം പഠിച്ച വാക്കാണെന്ത്? ഔഷധം. ഇത് ഏതക്ഷരമാണ്? ഥ. നാ തിരിച്ചിടുന്ന. നാ ഇങ്ങനെ മലത്തിയിട്ടാൽ എന്ത് വരും? ഥ വരും അല്ലേ? ഔഷധം. ഇനി ഇത് വായിച്ചേ. ഓ ഓ ണ അം ഓണം അല്ലേ? ഓ ഡ് ഓട്. കൈ ഇങ്ങനെ വെച്ച് വായിക്കാൻ ടീച്ചർ പഠിപ്പിച്ചില്ലായിരുന്നോ? ഓ ഓ ഡ ഡ് ഓട് അല്ലേ? ഇനി ഇത് വായിച്ചേ. ഓ ഓ മ ന. ഇതേതക്ഷരമാ? മ. ഇതേതക്ഷരമാ? ന. നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് അല്ലേ? മരം ഒക്കെ പഠിച്ചപ്പോൾ മായൊക്കെ എഴുതാൻ പഠിച്ചതല്ലേ? ഇനി ഇത് വായിച്ചേ. ഇത് കുട്ടികൾക്ക് ആദ്യം കാണുന്ന ഒരു ചിഹ്നമായിരിക്കും അല്ലേ? ഇത് എന്ത് ചിഹ്നമാണെന്നറിയാമോ? ഓയുടെ ചിഹ്നമാണ്. അതായത് ഈ അക്ഷരം നമുക്കറിയാം. ഇത് ഏതക്ഷരമാണ്? ക. കായുടെ മുന്നിൽ ഈ ദീർഘവും കഴിഞ്ഞ് ഈ ദീർഘവും ഇട്ടാൽ ഈ കാ എങ്ങനെ വായിക്കുന്നേ? കോ. പറഞ്ഞേ, കോ. ഇനി ഇവിടെ തായാണെങ്കിലോ? തോ. നായാണെങ്കിലോ? നോ. അങ്ങനെ വരുന്ന കേട്ടോ. ഇത് ഏതക്ഷരമാ? ഇത് ഴ. കോ ഴ രി. കോഴി. കണ്ടോ? ഇത് ഏതാ? ഇത് ഊവിൻ്റെ ചിഹ്നമാണ് അല്ലേ? കാ എഴുതിയിട്ട് ഊവിൻ്റെ ചിഹ്നം ഇട്ടാൽ എങ്ങനെ വായിക്കും? കൂ. വ. ബി. ഈയുടെ ചിഹ്നം ഇട്ടാൽ വി. കണ്ടോ? കോഴി കൂവി. കുട്ടികൾ ആദ്യമൊക്കെ വായിക്കാൻ പഠിക്കുമ്പം വളരെ പയ്യെ നമുക്ക് വായിക്കാൻ പറ്റത്തുള്ളൂ. വായിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ കരയണ്ട, വിഷമിക്കേണ്ട, ഒന്നും ചെയ്യണ്ട. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു വിരലെടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് വായിക്കണം. ഇങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന അക്ഷരം ഉണ്ടല്ലോ, അത് വരത്തക്കവണ്ണം ഇങ്ങനെ പിടിക്കുക. പിടിച്ചിട്ട് മാറ്റി നോക്കുക. എന്ത് ചിഹ്നമാണ് ഇവിടെ കിടക്കുന്നേ? ഇത് ഓയുടെ ചിഹ്നമാണ്. അപ്പം ആ അക്ഷരത്തിന് ഓയുടെ ചിഹ്നം കൊടുക്കുക. കാ എഴുതി കോ. കോ ഴ. ഇതേത്? ഈയുടെ ചിഹ്നം. രി. കോഴി. ഇതേതാ? ക. കൂ. വ. വി. ഈയുടെ ചിഹ്നം. കണ്ടോ? ഇത് ഊവിൻ്റെ ചിഹ്നവും ഈയുടെ ചിഹ്നവും ഇട്ടിട്ടുണ്ട്. കോഴി കൂവി. ഇനി ഇത് നോക്കിയേ. ക. ഔ. കൗ. ക. ഔ. കൗ. ത. തു. ത. തു. കൗതു. ക. അം. കൗതുകം. കണ്ടോ? ഇങ്ങനെ പയ്യെ വായിച്ചു കഴിയുമ്പോൾ കുറേ പ്രാവശ്യം ആകുമ്പോൾ സ്പീഡിൽ വായിക്കാൻ പറ്റും അല്ലേ? അപ്പം നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? ഔഷധം എങ്ങനെ എഴുതുന്നേ? ഔഷധം നോക്കിയേ. ഓ എഴുതിക്കേ. ഓ എഴുതാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ച ഒരു വട്ടം ഇട്ടിട്ട് അതിൻ്റെ മുകളിലൂടെ റാ എഴുതി അവിടെ ഒരു കുനിപ്പിടണം. കണ്ടോ? ഇനി ഔവിൻ്റെ ചിഹ്നം എങ്ങനെ എഴുതുന്നത്? ചെറിയൊരു റാ വരച്ചിട്ട് പിന്നെയും ഒരു റാ നാ പോലെ വന്നിട്ട് നീട്ടി വരയ്ക്കുന്നതാണ് എന്ത്? താഴോട്ട് നീട്ടി വരയ്ക്കുന്നതാണ് എന്ത്? ഔവിൻ്റെ ചിഹ്നം. ഔഷധം. ഷാ എഴുതുന്നത് എങ്ങനെയാ? പാ എഴുതാൻ എല്ലാവർക്കും അറിയത്തില്ലേ? പാ എഴുതിക്കേ. ഉണ്ടോ? പാ എഴുതി അവിടുന്ന് ഇങ്ങനെ വളച്ച് വെള്ളം പോലെ പുറകോട്ട് ഉണ്ടോ? എന്നിട്ട് ഈയുടെ ചിഹ്നം ഇടുന്ന പോലെ
ഒരു ചിഹ്നം ഇടുക അതിൻ്റെ ഉള്ളിൽ ഉണ്ടോ. അപ്പോൾ ഷായായി. നാ തിരിച്ചിടുന്ന പോലെ റാ തിരിച്ച് 2 റാ വരച്ച് കഴിഞ്ഞാൽ എന്തായി? ധായായി. ഔഷധം. മരുന്നിന് പകരം പറയുന്ന ഒരു പഠിച്ച വാക്ക് എന്താ? ഔഷധം. ഒന്നുകൂടി ടീച്ചർ എഴുതി കാണിക്കാം. വട്ടമിട്ടു, റാവോലെഴുതി, ഒരു കുനിപ്പിട്ടു, മേളിലൊരു നാ പോലെ എഴുതി താഴോട്ട് വലിച്ചാൽ ഔ. കണ്ടോ? ഷാ എഴുതാൻ എന്നാ? പാ എഴുതുക. പാ എഴുതിയിട്ട് പേന എടുക്കാതെ ഒരു റാ തിരിച്ച് മുകളോട്ട് ഉണ്ടോ. എന്നിട്ട് അതിനകത്തൊരു വള്ളി ഇടുക. ഷ. ഇനി ധ എഴുതാൻ 2 റാ തിരിച്ചിട്ടാൽ മതി, അല്ലെ നാ തിരിച്ചിട്ടാൽ മതി. ഉണ്ടോ? ഒന്നുകൂടി ടീച്ചർ എഴുതാം. ഓ എഴുതി, ആ ഊവിൻ്റെ ചിഹ്നം ഇട്ടു, ഷ എഴുതാൻ പാ എഴുതിയിട്ട് പേന എടുക്കാതെ വളച്ച് വരച്ച് ഈയുടെ ചിഹ്നം പോലെ അതിൻ്റെ ഉള്ളിലിട്ടു. ഉണ്ടോ? ഥ ഔഷധം. ഉണ്ടോ? ഇനി ഈ ചിഹ്നമില്ലേ, കോയുടെ ചിഹ്നം. അപ്പം ടീച്ചർ കാ എഴുതുക. ഇപ്പം ഇത് കാന്നാ വായിക്കുന്നത്. ഉണ്ടോ? ഇനി ഇത് ഇങ്ങനെ ഒരു പുള്ളി ഇട്ടു. ഇതാണെങ്കിൽ എന്താ വായിക്കുന്നേ? കെ എന്നാ വായിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു ദീർഘവും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതെന്ത് വായിക്കും? കോ. കണ്ടോ? ചിഹ്നം പഠിപ്പിക്കാൻ വേണ്ടി ടീച്ചർ എഴുതിയതാ കേട്ടോ. ഇനി നമുക്കത് തായാക്കിയാലോ? താ ടീച്ചർ എഴുതി. താ. ഈ ഫ്രണ്ടിലൊരു പുള്ളി ഇട്ടു. അപ്പോൾ എന്നാ വായിക്കും? തേ. അല്ലേ? ഇത് തേയാ. ഇനി ഇവിടെ ഒരു ദീർഘവും കൂടി ഇട്ടാൽ ഇതെന്ത് വായിക്കും? തോ. ഇനി പാ എഴുതി നോക്കാം. പാ എഴുതിയിട്ട് ഇങ്ങനെ ഒരു പുള്ളി ഇട്ടാൽ എന്ത് വായിക്കും? പേ. ഇതാണെങ്കിലോ? പോ. ഇനി നമുക്ക് ദീർഘം ഇട്ട് നോക്കാം. ടീച്ചർ കുട്ടികളൊന്ന് നോക്കിയേ. കാ എഴുതി, ഈ ദീർഘം ഇട്ടു. കണ്ടോ? കേ. ഇതെന്നായിരുന്നു? ഇത്ര എന്തായിരുന്നു? കെ ആയിരുന്നു. ഇതെന്താ? കേ. അല്ലേ? അപ്പൊ ഇതോ? കോ. കണ്ടോ? ഇനി താ എഴുതിയിട്ട് അതിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു ചിഹ്നം ഇട്ടാൽ എന്താ വായിക്കുന്നേ? തേ. തേ. ഇത് മാത്രമാണെങ്കിൽ തേ. ഇതെന്താ? തേ. ഇനി ഇതാണെങ്കിലോ? തോ. ഉണ്ടോ? ഇനി പാ എഴുതി നോക്കാം. പായുടെ മുന്നിൽ ഇങ്ങനെ ഒരു ദീർഘമിട്ടാൽ പേ. അല്ലേ? ഇങ്ങനെയോ? പോ. കണ്ടോ? ഇങ്ങനെയാണ് ചിഹ്നം എഴുതാൻ പഠിക്കുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ? താങ്ക് യു.